ഇപ്പോൾ പൊങ്കാല നിവേദ്യത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ സമയമായിരിക്കുന്നു. ഭണ്ഡാര അടുപ്പിൽ നിവേദ്യം തളിക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു മിനിറ്റ് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു വർഷത്തെ ഈ 9 ദിവസത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കാത്തിരിപ്പ് അതിലെല്ലാവരും കാത്തിരുന്ന ആ മുഹൂർത്തമാണ് പുഷ്പവൃഷ്ടിക്കായുള്ള വിമാനം നമുക്ക് അമ്പലത്തിന് മുകളിലൂടെ പറക്കുന്നത് നമുക്ക് കാണാം. ഭണ്ഡാര അടുപ്പിൽ നിവേദ്യം അർപ്പിക്കുന്നതിന്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്കും നിവേദ്യം എത്തുന്ന ഭണ്ഡാര അടുപ്പിലെ പൊങ്കാല നിവേദ്യം പൂർത്തിയായിരിക്കുകയാണ്. ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാനായി എടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് നിവേദ്യം എത്തിക്കും. അതിനായി നിയോഗിച്ചിട്ടുള്ള തന്ത്രിമാർ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പലയിടങ്ങളിലേക്കായി പുറപ്പെട്ടിരുന്നു. അവർ വളരെ വേഗത്തിൽ തന്നെ ഈ നിവേദ്യം തളിക്കും. എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് മടക്കയാത്രയാണ്. അടുത്ത വർഷം വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭക്തരും ആറ്റുകാലമ്മയോട് യാത്ര പറഞ്ഞ് പോകുന്ന കാഴ്ചകളായിരിക്കും. വിപുലമായ സൗകര്യങ്ങളാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും KSRTC ഉൾപ്പെടെ പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി പിരിഞ്ഞുപോകിന്റെ സമയമാണ്. എല്ലാ സാധന സാമഗ്രികളും പാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ഈ നിവേദ്യം കൂടി തളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നവമി, ഒരു വൈകാരികമായ കാഴ്ചകൾ കൂടിയാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കുക. കാരണം എത്ര ദിവസമായി ഇവർ ഈ തലസ്ഥാനത്തെത്തി ഓരോ ദിവസവും അമ്പലത്തിൽ ദർശനം നടത്തും. അതിനു മുൻപ് 1 മാസം മുമ്പേ എവിടെ പൊങ്കാലിടണം, ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത് തന്നെ അടുപ്പ് കിട്ടുന്ന രീതിയിലേക്ക് അവർ വരുന്നു, പേരെഴുതിയിടുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷത്തിലേക്ക് അവർ കാത്തിരുന്നു. രാവിലെ തന്നെ പുലർച്ചെ മുതൽ തന്നെ പൊങ്കാലിടുന്നതിന് മുൻപായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. ഇത്രയും ഉച്ച വെയിലൊക്കെ കൊണ്ട് ആഹാരം കഴിച്ച ആ റോഡ് സൈഡിൽ